ക്രിസ്മസിനിത് ഇങ്ങനെയായിരുന്നു നമ്മൾ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സെറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയറും കഴിഞ്ഞത് ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് തിരിച്ച് പെട്ടിയിലാക്കേണ്ട ഒരു സമയം കിട്ടിയത്. അപ്പോൾ ഇനി നമുക്കിത് എല്ലാം പറക്കി വെച്ച് നമ്മുടെ ഈ പുൽക്കൂടിൻ്റെ സെറ്റൊക്കെ തിരിച്ച് അതുപോലെ പൊതിഞ്ഞ് പൊട്ടാതെയൊക്കെ സൂക്ഷിച്ചതൊക്കെ വെച്ച് എല്ലാ സെറ്റും, അതായത് ഓരോ സ്റ്റാച്ചുവും നമ്മൾ ചെറുതായിട്ടെടുത്ത് ഓരോ ചെറിയ ഷീറ്റിലൊക്കെ പൊതിഞ്ഞ് വെച്ച്, അത് പൊട്ടരുതല്ലോ, അടുത്ത ക്രിസ്മസിന് എടുക്കേണ്ടതാണല്ലോ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ചെറിയ 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 പേപ്പറിലൊക്കെ നമ്മൾ ഉണ്ണീശോയും എല്ലാവരെയും പൊതിഞ്ഞ് സെറ്റാക്കി. ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം അത് വയ്ക്കേണ്ട ഒരു ചെറിയ പെട്ടിക്കകത്ത് അടിയിൽ കുറച്ച് കട്ട് പീസും തുണിയുടെ കട്ട് പീസും പേപ്പറും ഒക്കെ വെച്ചൊന്ന് സേഫാക്കിയിട്ട് ഇതെല്ലാം വെച്ചിട്ട് പിന്നെ പുറത്തും അതുപോലത്തെ കുറച്ച് തുണിയും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് അതൊന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ പുറത്തുനിന്നും ഒക്കെ ഉള്ളൊരു ഷേക്ക് കൊണ്ടത് പൊട്ടിപ്പോവില്ല. ഇനി നമ്മൾ ചെയ്യാമോ, നമ്മുടെ ട്രീയും കൂടെ ഒന്ന് പൊളിച്ചെടുക്കണം. ട്രീ മൊത്തത്തിൽ പൊളിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ ഓർണമെൻറ്റ്സ്, ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഈ ബോൾ പോലത്തേക്ക് ഒരുമിച്ചും പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സാൻഡയുടെയും അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിലായിട്ടൊക്കെ ആക്കി വയ്ക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മെസ്സപ്പ് ആവാതെ നല്ല രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ട്രീ എന്താ പൊളിച്ച് സെറ്റ് ചെയ്തെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റാൻഡും അതുപോലെ തന്നെ പൊളിച്ച് വെച്ചു. ഇനി ഇതെല്ലാം ഒരു പെട്ടിയിലാക്കി വെക്കണം. ലൈറ്റ്സും കൂടെ അങ്ങനെ സെറ്റ് ചെയ്ത്, ഈ ലൈറ്റ്സ് ഇനി അടുത്ത വർഷം എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും എല്ലാം പെട്ടിയിലാക്കി.